ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും ശ്രദ്ധിച്ചിരിക്കേണ്ട വിഷയം ദുരൂഹത എന്ന് പറയുന്നത് വേദപുസ്തകത്തിലില്ല. ദുരൂഹത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ട വ്യക്തമാണ്. അതായത് സ്വർഗത്തെക്കുറിച്ചുള്ള, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. സ്വർഗത്തേക്കുള്ള ദർശനം എന്ന് പറയുമ്പോൾ മരുഭൂമിയിൽ സമാഗമന കൂടാരം ദൈവം ഒരുക്കി. കേൾക്കണ്ടല്ലോ, മരുഭൂമിയിൽ എന്തൊരുക്കി? സമാഗമന. ഇതിൻ്റെ മോഡൽ എവിടെയുണ്ട്? ഏത് കണ്ടോണ്ടാ മോശ അത് ചെയ്തേ? ഉറക്കെ പറയാം. സമാഗമന കൂടാരം ഒരുക്കുമ്പോഴത്തേക്കും ഇത് എന്തിൻ്റെ മാതൃകയാണ്? പർവ്വതത്തിൽ നിനക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം ചെയ്യാം. അതായത് സീനായ് മലയിൽ കയറിയപ്പോൾ ആ പർവ്വതത്തിൽ മോശയ്ക്ക് സാമ്പിൾ കാണിച്ചു കൊടുത്തു. ആര്? ഹോയാദി. മോശയ്ക്ക് പർവ്വതത്തിൽ വചനം കൊടുക്കണോ? അതെല്ലാം വചനമാണ്. ഈ പർവ്വതത്തിൽ കാണിച്ച മാതൃകയുടെ ഒറിജിനൽ എവിടെയാ? സ്വർഗത്തിൽ. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തോളണം. സ്വർഗത്തിലുള്ളതിൻ്റെ മോഡല് പർവ്വതത്തിൽ കാണിച്ച് എൻ്റെ സഭാകൂടാരത്തിൽ കാണിച്ചു. അപ്പൊ സ്വർഗത്തിൽ എന്തെല്ലാം ഉണ്ട്? സ്വർഗത്തിൽ നമ്മുടെ ദൈവമോ സ്വർഗത്തിലാകുന്നു. അവിടെ ദൈവം തന്റെ സിംഹാസനം വെച്ചിരിക്കുന്നു. സിംഹാസനങ്ങളില്ല, സിംഹാസനമേ ഉള്ളൂ. അതിലൊരുത്തൻ ഇരിക്കുന്നത് ആരാ? അദൃശ്യനും അനാദിയുമായ ദൈവത്തിന് ആ സിംഹാസനത്തിൽ ഇരിക്കാൻ എന്താ ഉള്ളത്? പറ. ആളുണ്ടല്ലോ, യഹോവ ഉയർന്നും മുങ്ങിയ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടു അറമ്പാക്കി നമുക്കറിയാൻ പറ്റില്ലേ? യശയാപ്രവചനം. ആരാ ഇരിക്കണേ? പറ. ആരാ? യഹോവയായത്. അപ്പൊ യഹോവ ദൈവത്തിന്റെ രൂപമുണ്ടല്ലോ. അപ്പൊ ഏത് വചനപ്രകാരം? യഹോവയായ ദൈവത്തിന് രൂപമുണ്ടെന്ന് ഏത് വചനപ്രകാരം? ദൈവത്തിന് രൂപമില്ല. ദൈവത്തെ ആരും ഒരു നാൾ കണ്ടിട്ടില്ല. തീമോഥെയോസ് ലേഖനം പഴയ നിയമത്തിലല്ല, പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനും ഒരു മനുഷ്യനും ദൈവത്തെ കാണാൻ സാധിക്കില്ല. അവൻ സൃഷ്ടിയല്ല, രൂപമല്ല, ആദിയല്ല, ശാശ്വതമാണ്. അവൻ ഒരിക്കലും മാറ്റമില്ലാത്തവനാണ്. ആ ദൈവത്തെ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ സിംഹാസനത്തിൽ ഒരാൾ കണ്ടു. ഈ ഇരിക്കുന്ന ആരാ? പക്ഷേ ഇനി എടുത്ത സമയം അങ്ങ് പോകും. ഈ രണ്ടാമത് എടുക്കേണ്ട സബ്ജക്റ്റ് അതാ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ സമയം പോകും. അതുകൊണ്ടാണ് ഇപ്പോൾ അത് എടുക്കണ്ടല്ലോ. ഇനി അടുത്ത നെക്സ്റ്റ് ടൈമിന് നമുക്കതെടുക്കാം. ദൈവത്തിൻ്റെ ഏകത്വം, ആദ്യം നാമത്തിൻ്റെ ഉറപ്പ് കിട്ടട്ടെ. കഴിഞ്ഞിട്ട് ഇത് നമുക്ക് വ്യക്തമായിട്ട് എടുക്കാം. കാരണം അതിനൊക്കെ ചാർട്ടുള്ളതാണ്. നിങ്ങളവിടെ ഇരിക്കുന്നതായിട്ട് കംപ്ലീറ്റ് ചാർട്ടുള്ള ആ ചാർട്ടിൽ വെച്ചുകൊണ്ട് നമുക്ക് ധാരാളം സംശയങ്ങളുണ്ട്. അപ്പോൾ ആസ്വാദി ചോദിച്ച് നല്ലൊരു ചോദ്യവും ആരംഭമായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇല്ലെങ്കിൽ സമയമാകും. കർണാടകദാസൻ ചോദിച്ച ചോദ്യം നിങ്ങളെല്ലാവരും ഓർത്തോളണം. എന്താ ചോദിച്ചേ? ഏരോഗ്യം. അതായത് 3 സിംഹാസനം ഉണ്ടോ? 3 പേരുണ്ടോ? ശരിയല്ലേ? ആ കാര്യം അവർ വിശ്വസിക്കുന്നത് 3 സിംഹാസനവും 3 വ്യക്തികൾ ഇരിപ്പുണ്ടെന്നാണ്. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന 3 വ്യക്തികൾ ഇരുന്നിട്ട് ആ 3 സിംഹാസനത്തിൽ ഇരുന്നെന്നാണ്. എന്ത് വചനം? അല്ല, വചനവും വല്ലതും ഉണ്ടായിട്ടാണ്? അല്ല, അങ്ങനെ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്നുള്ളതാണ്. അത് നമുക്ക് ചിന്തിക്കാം. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ സംശയം ചോദിച്ചതിന് മുമ്പോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് പാസ്റ്റർ ചോദിച്ച ചോദ്യം അടുത്തതാണ് നമുക്കതിൻ്റെ വിശദമായിട്ട് വിവരങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. വേറെ ഏതെങ്കിലും ഈ ഇപ്പം നാമത്തെക്കുറിച്ചുള്ള ഏതെങ്കിലും സംശയം ഉണ്ടോ? ആർക്കെങ്കിലും ചോദിച്ചോ? ഇനി ഇവിടെ ക്ലോസ് ചെയ്യാം. ഞാൻ വെച്ചിട്ട് അതായത് യേശു ക്രിസ്തു കേട്ടല്ല, ഞാൻ അവൻ്റെ മേൽ എൻ്റെ നാമവും പുതിയ നാമവും എഴുതും. അതായത് എൻ്റെ നാമമൊന്നല്ല,
പുതിയ നാമം എന്ന് പറഞ്ഞാൽ ശരിയാ. ഞാൻ അവൻ്റെ മേൽ ദൈവത്തിൻ്റെ നാമം, എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമം. മനസ്സിലായില്ലേ? കേട്ടോ, അങ്ങനെ സംശയം ചോദിക്കണം. ഇത്രയും പേര് ഇരുന്നിട്ട് ഒരാൾ കഴിഞ്ഞ് ചോദിച്ചില്ലോ. സഭയിൽ ഒരു കൂട്ടത്തിന്മേൽ കർത്താവ് പറയുകയാണ്, അവരുടെ മേൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ നാമം എഴുതുന്നു. അതല്ല, അതെന്തിനാ? ആദ്യമേ പറ, എൻ്റെ ദൈവത്തിൻ്റെ നാമം എഴുതും. അത് കഴിഞ്ഞിട്ടല്ലേ നഗരത്തിൻ്റെ നാമം. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എൻ്റെ ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേലെ എഴുതും. ഇവിടെ രണ്ട് നാമം കാണണം. ഒന്ന് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എൻ്റെ ദൈവത്തിൻ്റെ നാമം ഏതാ? യേശുവിൻ്റെ ദൈവത്തിൻ്റെ നാമം ഏതാ? ആ ദൈവത്തിൻ്റെ നാമമല്ലേ പുത്രന് കൊടുത്തത്, അല്ലേ? നമ്മൾ പറഞ്ഞില്ലേ, BC 1410 പിതാവ് സമ്പാദിച്ച നാമമാണ് പുത്രന് കൊടുത്ത യേശു എന്ന നാമം. അവൻ്റെ എഴുതുന്ന ഒന്നാമത്തെ നാമം യേശു. രണ്ടാമത് എൻ്റെ പുതിയ നാമം. യേശുവിന് ഇനി ഒരു നാമം കൂടി ലഭിക്കാനുണ്ട്. ഈ നാമത്തെ മാറ്റിയിട്ടല്ല, പുതിയൊരു നാമവും കൂടി ലഭിക്കാൻ. ഇത് കൂടാതെ, ഈ നാമം കൂടാതെ മറ്റൊരു നാമവും കൂടി ലഭിക്കാനുണ്ട്. ആ നാമം എഴുതുന്നതാണ്. പറ, ചോദിച്ചോ. ഒന്ന് യേശു തന്നെ. 14 പിന്നെ ഞാൻ ഇതിൻ്റെ അടുത്ത് 14 അധ്യായത്തിൽ 1 വാക്യം എടുത്തേ. വെളിപ്പാട് പുസ്തകം 14:1. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും, കുഞ്ഞാടിനോടുകൂടെ നെറ്റിയിൽ ആരുടെ നാമം? അവൻ്റെ നാമം എന്ന് പറഞ്ഞാൽ കുഞ്ഞാടിൻ്റെ നാമവും പിതാവിൻ്റെ നാമവും. മനസ്സിലായില്ലേ? ഇപ്പോൾ മനസ്സിലായി. കുഞ്ഞാടിന് ഇനി ഒരു നാമം കൂടെ കിട്ടാനുണ്ട്, ഒരു നാമം കൂടെ വരാനുണ്ട്, ഇതുവരെയും വരാത്ത. യേശു എന്ന നാമം ശാശ്വത നാമം. അതുകൂടാതെ ഒരു നാമവും കൂടി കുഞ്ഞാടിന് വരുന്നുണ്ട്. അതാണ് തൻ്റെ ജനത്തിൻ്റെ നെറ്റിമേൽ എഴുതുന്നത്. അപ്പം യേശു എന്നുള്ളത് കൂടാതെ ഒരു നാമവും കൂടി യേശുവിന് വരുന്നത് തൻ്റെ ജനത്തിന് ജയിക്കുന്നവർക്ക് കിട്ടും. അതെ, അത് കൂടാതെ അത് മാറ്റിയിട്ടല്ല, അത് ശാശ്വതമാണ്. അത് വേറെ ആർക്കും കിട്ടുമില്ല. യേശു എന്ന നാമം ഇതെല്ലാവർക്കും കൂടെ ഉള്ള രക്ഷയല്ലേ. പക്ഷേ യേശു എന്ന നാമം കൂടാതെ മറ്റൊരു നാമവും കൂടി കുഞ്ഞാടിന് കിട്ടാനുണ്ട്. ഇത്രയും നേരമായിട്ട് കർത്താവിൻ്റെ മാത്രം ചോദിച്ചു, 2 ചോദ്യം എല്ലാവരും കേൾക്കുന്നുണ്ട്. ആരും ചോദിച്ചില്ല, വേറെ ആരും ചോദിച്ചില്ല. പറഞ്ഞോ, ഉറക്കെ ചോദിച്ചോ. അല്ല, അത് ജയിക്കുന്ന സഭയ്ക്ക് മാത്രമുള്ള, ജയിക്കുന്ന ഒരു സഭയ്ക്ക് മാത്രമുള്ള. നമ്മളിവിടെ ഈ പറയട്ടെ, നമ്മളിവിടെ ഇതിന് മുഴുവനും ഇതെന്തിനു വേണ്ടിയിട്ടുള്ള വളർച്ചയാണ്? ദൈവത്തിന് ആത്മീക യാഗം കഴിപ്പാൻ തക്ക പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. നമുക്ക് സ്വർഗത്തിൽ ശുശ്രൂഷകൾ എന്ന് പറയുന്നത് സിംഹാസനത്തിലിരിക്കുന്നവർക്ക് യേശു എപ്പോഴും യേശുവിനോട് കൂടെ, അതിന് മുൻപിലുള്ളവർക്ക് യേശുവിനെയും ആരാധിക്കുന്നവർക്ക് ഇടയ്ക്ക് നിന്ന് ശുശ്രൂഷ ചെയ്യാനായിട്ട് രാപ്പകൽ
ആരാധിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മന്ദിരത്തിലിരുന്ന് ദൈവത്തെ സ്തുതിക്കാൻ. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്ഥാനം നിയമിച്ചിട്ടുണ്ട്. ഇതിൽ സിംഹാസനത്തിലിരിക്കുന്നവർക്ക് മാത്രമുള്ള പദവിയാണ് ഈ എക്സ്ട്രാ വരുന്ന നാമം ലഭിക്കുക എന്നുള്ളത്. ഈ നാമം എന്നേക്കുള്ളത് തന്നെയാണ്, അത് മാറ്റമൊന്നുമില്ല. എന്നാ പറ, എല്ലാവരും കേൾക്കട്ടെ, പറഞ്ഞോ. നാളെ നിങ്ങൾ എവിടെയെങ്കിലും ചെന്ന് നോക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും ചോദിക്കുമ്പോൾ ഒന്നും അറിയാത്ത പോലെ നിൽക്കണേക്കാളും ഭേദമല്ലേ ചോദിച്ചു. നമ്മൾ സഹോദരന്മാരാ, നമ്മൾ തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ എനിക്ക് അറിയാൻ പാടില്ലെന്ന് ഇരിക്കട്ടെ, ആ കാര്യം എനിക്ക് അറിയാൻ പാടില്ലെന്ന് പറയാം, ഒരു കുഴപ്പമില്ല. അതിന് ആക്ഷേപമൊന്നുമില്ല. എന്നാ ആക്ഷേപം? നമുക്ക് ഇത് തന്നെ നമ്മൾ വന്നപ്പോൾ ഞാൻ 35 വർഷം മുമ്പ് ഞാൻ എങ്ങനെ നടന്നത്, ഏത് നേരത്തിലേക്കും നടന്നത്, കൃപയാൽ ദൈവം ഈ അവസരത്തേക്ക് കൊണ്ടുവന്ന് അത്രേ ഉള്ളൂ. ഇതിലൊന്നുമില്ല. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പോലെ ലഭിച്ചതല്ലേ, ഇതിനപ്പുറം നിനക്ക് എന്താ പ്രശംസിക്കാതിരിക്കണേ? ഒന്നുമില്ല. എങ്ങനെയും തിരുമുഖം ഒന്ന് കാണണം, ഏത് വിധാനിയും. അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടം, അത് നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മളിവിടെ ആയിരിക്കുമ്പോൾ അജ്ഞരായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന കാര്യം, ഞാൻ വിശ്വസിക്കുന്ന ദൈവം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമില്ലാതെ നമുക്ക് പറയാൻ കഴിയണം. അവൻ്റെ നാമം, അവൻ്റെ പ്രവൃത്തി. എനിക്ക് പറഞ്ഞോ. പല ഭാഗത്തും പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ കുറിച്ചും ഏകസത്യദൈവത്തെ കുറിച്ചും പല ഭാഗത്തായിട്ട് കുറിച്ച് പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ പിതാവിനെ കുറിച്ച് പറയുന്നുണ്ട്. പഴയ നിയമത്തില് എവിടെയാണ് പിതാവിനെ കുറിച്ച് പറയണേ? പഴയ നിയമത്തിൽ പിതാവിന്റെ പതിനും പറ. യഹോവ എന്ന നാമത്തെ കുറിച്ച്, യഹോവ എന്ന നാമം, യഹോവയുടെ നാമത്തിൽ ഞാൻ ആരാധന നടത്തി അല്ലെങ്കിൽ ആ നാമത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പുതിയ നിയമത്തിലൂടെ കടന്നു പുത്രന്റെ നാമം പറയുന്നത്. അതിനുശേഷം യേശു മരിച്ചതിന് ശേഷം സ്വർഗ്ഗത്തിലോട്ട് പോയപ്പോഴത്തേക്ക് ഞാനിനി പോയതിനു ശേഷം നിങ്ങൾക്ക് എൻ്റെ കാര്യസ്ഥൻ എന്ന പരിശുദ്ധാത്മാവിനെ അയക്കുന്നു പറഞ്ഞു. ഇങ്ങനെ അയക്കുമ്പോഴത്തേക്ക് അങ്ങനെ അവൻ പുത്രൻ മരിച്ചു. അപ്പൊ ഈ കാര്യസ്ഥൻ എന്ന് പറയുന്നത് യേശുവാണോ പരിശുദ്ധാത്മാവാണോ? അല്ല, അങ്ങനെ ആകുമ്പോഴത്തേന് പുത്രൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലോട്ട് പോയതിനു ശേഷം നമുക്കിനി നമ്മുടെ കാര്യങ്ങൾ നടത്തിപ്പിനായിട്ട് പരിശുദ്ധാത്മാവിനെയാണ് നമുക്ക് അയച്ചിരിക്കുന്നത്. അയച്ചിരിക്കുമ്പോൾ അങ്ങനെ ആകുമ്പോൾ പുത്രൻ ഇനി ഇപ്പൊ നിലവിലുണ്ടോ? പുത്രൻ ഇപ്പൊ ഉണ്ടോ? ഈ കാര്യസ്ഥൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് അല്ല. അപ്പൊ ഈ കാര്യസ്ഥൻ ഞാൻ പോകുമ്പോൾ അങ്ങനെ ഒരാൾ ഇപ്പൊ നിലവിൽ പുത്രൻ എന്നുള്ള ഒരാളുണ്ടോ? 1 യോഹന്നാൻ 2:1 വായിച്ചു. 1 യോഹന്നാൻ 2:1. അതെ, വണ്ണസിൻ്റെ എടുക്കുമ്പോൾ അത് എടുക്കാൻ ബ്രദറെ വിശദമായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അത് വായിക്കും. 1 യോഹന്നാൻ 2:1. എൻ്റെ കുഞ്ഞുങ്ങളെ ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അപ്പോൾ കാര്യസ്ഥൻ യേശുവാണോ യേശുക്രിസ്തു ആണോ പരിശുദ്ധാത്മാവാണോ? ഓക്കെ, അവിടെ എഴുതിക്കുന്നത് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ വരുമെന്നല്ലേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ. അതായത് സ്വർഗാരോഹണം ചെയ്ത് ദൈവകോപം ശമിച്ചപ്പോൾ ഈ ശുശ്രൂഷ കഴിഞ്ഞ പുത്രൻ പരിശുദ്ധാത്മാവായിട്ട് ആ ലോകത്തിലേക്ക് വന്നു. മനസ്സിലായോ? 15:45 1 കൊരിന്ത്യർ 15:45. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായിരുന്നു. മനസ്സിലായി? അതിൻ്റെ വിശദീകരണത്തിന് വേണമെങ്കിൽ അതിൻ്റെ വിശദീകരണം ബ്രദറിന് മനസ്സിലാകാൻ തൊക്കണം ഉണ്ട്. അത് ഒരു ഈ ചെറിയൊരു സമയത്ത് നിൽക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞു. ഇപ്പോൾ ബ്രദർ ചോദിച്ച സംശയം ന്യായമാണ്. അപ്പോൾ സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം ഈ പുത്രൻ പരിശുദ്ധാത്മാവായിട്ട് ഭൂമിയിലേക്ക് വന്നു. അതുകൊണ്ട്
യേശു ക്രിസ്തു തന്നെയാണ് ഈ പരിശുദ്ധാത്മാവായിട്ട് ലോകത്തിലേക്ക് വന്ന് കാര്യം. ഇത് മനസ്സിലായില്ലേ? യേശു ക്രിസ്തു സിംഹാസനത്തിലിരിക്കുന്നു. സർവ്വവ്യാപിത്വത്തിൽ പരിശുദ്ധാത്മാവായിട്ട് ഇവിടെയുണ്ട്. ഇപ്പോൾ നിങ്ങൾ രണ്ടു പേർ കൂടുന്നവരുടെ മധ്യത്തിൽ ഞാനൊന്നല്ലേ പറഞ്ഞേക്കണേ, ഇവിടെ പരിശുദ്ധാത്മാവായിട്ട് ഇവിടെ ഉണ്ട്. സ്വർഗത്തിൽ വ്യക്തിത്വമായിട്ട് ആ ശരീരത്തോടു കൂടിയുണ്ട്. അതെ, അത് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ഇത് ബൾബും ഇത് വെളിച്ച വ്യാപാരം. ഇതുപോലെ ദൈവസിംഹാസനത്തിലിരിക്കുന്നത് ദൈവം, ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് പരിശുദ്ധാത്മാവിനാലും. ഉണ്ട് ഉണ്ട് പിന്നെ അംഗീകരിക്കണം. ഈ 3 പ്രാവശ്യം അതിന് പിതാവിന്റെ ഞാൻ ആശീർവാദം പറയണത് ഞാനുണ്ടല്ലോ. ആശീർവാദം പറയുമ്പോൾ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പും നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നതിൽ വ്യവസ്ഥയാണ്. ഇതിന് തെറ്റ് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഞാൻ കേട്ടെ അത് കേട്ടെ 3 പറയട്ടെ. ഈ 3 പ്രാവശ്യം പറയുന്നതിൽ 1 പ്രാവശ്യം പറഞ്ഞാൽ ഈ 3 പേർക്കും വരുമോ? അതേ ഒരാൾക്ക് കിട്ടുമോ? 3 പ്രാവശ്യം പറഞ്ഞ തെറ്റൊന്നുമില്ല. അതായത് തെറ്റൊന്നുമില്ല. അതിൽ തെറ്റ് അതിൽ കൂടുതലോ അത് അവർ പറയുന്നത് കേൾക്ക്. ഒന്നിൽ അതായത് ഏക ദൈവ ഉപദേശക്കാർ അതിൽ പിടിച്ചു നിൽക്കുന്നുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് 3 പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് 3 പേരെന്നുള്ളത് ചിന്താഗതി വേണ്ട. അതിന് ചിന്തിക്കേണ്ട. 1 പറഞ്ഞാലും 10 പറഞ്ഞാലും ലഭിക്കുന്ന ഒരാൾക്ക് മഹത്വം. അതൊക്കെ വിശദീകരിച്ച് പഠിക്കണം. അത് ഒന്നിനും കുഴപ്പമില്ല. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം നമ്മളെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചാൽ ശരിയാവില്ല. നാമത്തെ കുറിച്ച് സമയം തീർന്നോ? ഇല്ല. യേശു ക്രിസ്തു കർത്താവെന്ന് പരിശുദ്ധാത്മാവല്ലാതെ ആർക്കും പറയാൻ കഴിയില്ല. യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ച് അടക്കപ്പെട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പരിശുദ്ധാത്മാവായിട്ട് ലോകത്തിൽ വ്യാപരിക്കുന്നു. അതുകൊണ്ട് പുതിയ നിയമത്തിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ കർത്താവിൻ്റെ നാമം പറഞ്ഞാൽ മാത്രമേ പാപമോചനമുള്ളൂ. പറഞ്ഞു. പിതാവെന്ന് പറഞ്ഞ നാമമാണ്. ഇങ്ങനെ പറ, പിതാവിന്റെ നാമമായ യേശുക്രിസ്തു, പുത്രന്റെ നാമമായ യേശുക്രിസ്തു, പറയട്ടെ പരിശുദ്ധാത്മാവിന്റെ നാമമായ യേശുക്രിസ്തുവിലും ഞാൻ സ്ഥാനപ്പെടുത്തുന്നു പറ. എന്നോ ഒരു കുഴപ്പമില്ല. പക്ഷെ വചനമല്ലല്ലോ. അതിന് പറയുന്നതിൽ തെറ്റുണ്ടെന്ന് ചോദിച്ചാൽ വചനമല്ല. അത് പിന്നെ എങ്ങനെയാണ്? യഥാർത്ഥ നമ്മളെ തത്വത്തിൽ ബ്രദർ പറഞ്ഞത് തെറ്റല്ല. അതെ അല്ല. നാമം ഉച്ചരിക്കാൻ കർത്താവിന്റെ നാമം. അപ്പൊ നാമം ഉച്ചരിക്കണ്ടേ? നാമം
ഈ സബ്ജക്ട് എന്നൊക്കെ പറയുന്നത് ബോറടിപ്പിക്കുന്നതാണ്. കാരണം നമ്മുടെ സഭയിൽ കൃത്യമായി പഠിപ്പിക്കുന്നുള്ളതല്ല. അല്ല, അങ്ങനെ നമ്മൾ മടുപ്പുളവാക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പറയാം, അത് ശരിയാ, തത്വം ശരിയാ. അംഗീകരിക്കാവുന്ന തന്നെ. അതായത് ഇവിടെ അതെ എങ്ങനെ അത് പറഞ്ഞേ, അതെ അവസാനം പറഞ്ഞേ. ആ അപ്പൊ യേശുക്രിസ്തു സ്നാനപ്പെടുത്തി ആരുടെ നാമത്തിലാ? യേശുക്രിസ്തു സ്നാനപ്പെടുത്തിയോ? അല്ലേ? ഇനി എന്തോ ആയിക്കോട്ടെ, സ്നാനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ആരുടെ നാമത്തിലാ? അല്ല, പറഞ്ഞു. അപ്പൊ ഞാൻ ബ്രദർ പറഞ്ഞ മനസ്സിലായി. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം മുഖേന അവരെ ബോധ്യപ്പെടുത്തിയ സംഭവമാണ് ഇത്. അതിന്റെ പുറത്ത് നമ്മൾ അത് ശരി. യേശുക്രിസ്തു സ്നാനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ആരുടെ നാമത്തിലാ? എൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാ? എൻ്റെ നാമത്തിൽ നിന്ന് പറഞ്ഞാണോ? യോഹന്നാൻ 10:25 വായിക്കും. യോഹന്നാൻ 10:25 വായിക്കും. യോഹന്നാൻ 10:25. യേശു ഇവിടെ പ്രവർത്തിച്ചതൊക്കെ ഏത് നാമത്തിലാ? നാമത്തിൽ. യേശു സ്നാനപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. യേശു ചെയ്തത് മുഴുവൻ യേശു ക്രിസ്തു നാമത്തിലാ. ആണോ സംശയമുണ്ടോ? യേശുവിൻ്റെ നാമം എവിടുന്ന്? ആരെയാ? പിതാവിൻ്റെ. യേശു ചെയ്ത പ്രവൃത്തി ഏത് നാമത്തിലാ? പിതാവിൻ്റെ നാമത്തില. അപ്പോൾ യേശു ആരെ സ്നാനപ്പെടുത്തിയ നാമം ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? യേശു ക്രിസ്തു നാമത്തിൽ. ആ വാക്യം വായിച്ച് മനസ്സിലായില്ല. അതാ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എനിക്ക് സാക്ഷ്യമാകുന്നു. ഞാൻ ചെയ്യുന്നത് പിതാവിൻ്റെ നാമം യേശു ക്രിസ്തു അല്ലേ? അപ്പോൾ യേശു ക്രിസ്തു ഒരാൾ സ്നാനപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശു ക്രിസ്തു നാമത്തിൽ തന്നെ സ്നാനപ്പെടുത്തി. പിതാവിൻ്റെ നാമത്തിലല്ലേ ചെയ്തേ? പിതാവിൻ്റെ നാമത്തിൻ്റെ പുത്രൻ ചെയ്തു, അത്രേ ഉള്ളൂ. നാഴിക എങ്ങനെ? 1200 നാഴിക. വാ വെളിപ്പാട്. എൻ്റെ പൊന്നെ, ഞങ്ങള് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചാലേ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് വരാവുന്ന എതിർ ചോദ്യങ്ങൾ മുഴുവൻ നമ്മൾ ചിന്തിച്ചാലേ നമുക്ക് നാളെ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പൊ ഇന്നീ കാണുന്ന ഈ അനേക കാണുന്ന പോലെ കൾട്ടുന്ന ഒന്നാമത് തന്നെ ഇത് അറിയേണ്ടതുപോലെ അറിഞ്ഞെടുക്കാനുള്ള ബുദ്ധിമുട്ടാവുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കി സംശയമില്ലാതെ അത് എടുക്കുക. അത്
തർക്കമറ്റതാക്കി തീർക്കുക. അടുത്ത വിഷയം ഇടുക. അങ്ങനെ എടുത്തു കഴിയുമ്പോഴത്തേക്കും കാര്യങ്ങൾക്ക് തന്നെ ബോധ്യം വരും. 21-16 വായിക്കും. വെളിപ്പാട് 21-16. നഗരം സമചതുരമായി കിടക്കുന്നു. അതിന്റെ നീളവും വീതിയും വീതിയും ഉയരവും സമം. 1200 നാഴിക. അത് മനുഷ്യന്റെ ഇതൊന്ന് പ്രത്യേകിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. 1200 2.4 ആണ് 1 കിലോമീറ്റർ അല്ലേ ബ്രദർ? ഒരു നാഴിക എന്ന് പറയുന്നത് ഒരു മൈലാണ്. ഒരു മൈൽ എന്ന് പറയുന്നത് 2.4 അല്ലേ? 2.4 എന്ന് പറയുമ്പോഴത്തേക്കും 12 2 24 12 4 42 2800 കിലോമീറ്റർ. ഏകദേശം ഇവിടുന്ന് ഡൽഹി വരെയുള്ള ദൂരം. അത്രയും നീളം, അത്രയും വീതി, അത്രയും അവർക്ക് പർവ്വതത്തിന് അത്രയും പൊക്കം. ഇതാണ് നമ്മുടെ പർവ്വതത്തിൻ്റെ കിടപ്പ്, യെരുശലേമിൻ്റെ അവസ്ഥ. ഈ യെരുശലേമിൻ്റെ വശങ്ങളിൽ ഗോപുരങ്ങൾ, 4 ഗോപുരം. ഇതിനകത്ത് 3 കാര്യങ്ങളാണ് മനുഷ്യർക്ക് വേണ്ടത്. ഒന്ന് ജ്ഞാപകം, 2 ഓഹരി, പിന്നെ അവകാശം. ഈ 3 കാര്യങ്ങളാണ് അവിടെ വേണ്ടത്. മനസ്സിലാവുന്നില്ല, ഗ്രഹിക്കാനില്ല. അതുകൊണ്ടാണ് അവിടെ നമുക്ക് എന്തൊക്കെ വേണം? ഈ പട്ടണത്തിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും എന്തൊക്കെ വേണം? അവിടെ ചെല്ലുമ്പോൾ അപ്പസ്വലനായ പത്രോസ് അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും മതിലിന് 12 അടിസ്ഥാനം. അതിന് ഒരടിസ്ഥാനത്തിൽ എഴുതിയിട്ടുണ്ട് പത്രോസ്. നമ്മളിവിടെ റോഡ് കണ്ടിട്ടുണ്ടോ? അവിടെ നോക്കിയിട്ട് KP വള്ളോൻ റോഡ് കേട്ടിട്ടുണ്ടോ? ഓരോരുത്തരുടെ പേര്. PC അലക്സാണ്ടർ റോഡ്. റോഡിന് പേരിടില്ലേ? ഇതുപോലെ ഇവിടെ നമുക്ക് അവകാശം പ്രാപിച്ചവരുടെ നമുക്കവിടെ അവകാശം ഇടും. 12 മതിലിന് 12 അടിസ്ഥാനമുണ്ട്. ഈ 12 അടിസ്ഥാനങ്ങളിൽ 12 അപ്പോസ്തലന്മാരുടെ പേര് എഴുതിയിട്ടുണ്ട്. യൂദയുടെ പേരുണ്ടായിരുന്നതാണ്, അത് കളഞ്ഞു, മാറ്റിയതിന് ശേഷം 12 അടിസ്ഥാനമുണ്ട്. അപ്പോൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേരിലുള്ള സ്ഥലം ഉണ്ടാവണം, നമ്മുടെ പേരിൽ നമുക്ക് ഓഹരി ഉണ്ടാവണം, നമുക്ക് അവകാശം ഉണ്ടാവണം. നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ ഞാൻ പോകുന്നു വായിച്ചിട്ടുണ്ടോ? ആര് പോയേക്കണം? യേശു പോയേക്കുക. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് വീട് ഒരുക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ അവകാശമാണ്. അളവുകൾ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. മനോഹര ദേശം ഏതാ? സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ സിയോൻ. അവിടെയാണ് നമുക്ക് അവകാശം. അതാണ് അവകാശം. ജ്ഞാപകം എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ഈ കഷ്ടം അനുഭവിച്ചതിന് ഏതെങ്കിലും ഒരു തെരുവോ ഒരു അടിസ്ഥാനം എവിടെയെങ്കിലും നമ്മുടെ പേരുണ്ടാവും. ഇവിടെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ. അടുത്തത് ഓഹരി. നമുക്കവിടെ ഓഹരി ഉണ്ടാവും. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. വചനം വായിക്കുന്നുണ്ട്. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. നമുക്ക് ഈ 3 കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഇനി അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഹമ്യാവിൻ്റെ പുസ്തകം 2:20. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. നിങ്ങൾക്കോ യെരുശലേമിൽ ഓഹരിയും അവകാശവും ജ്ഞാപകം ഉണ്ടായിരിക്കുന്നതല്ല കർത്താവ്. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എന്തുണ്ടായിരിക്കണം? അത് പറഞ്ഞേ. അവകാശം, ജ്ഞാപകം എന്ന് പറഞ്ഞാൽ മെമ്മോറിയൽ, ഓർമ്മ. കെട്ടിടം പണിതിട്ടേക്കാൻ പാടില്ല. ഇനി ആളുടെ ഓർമ്മയ്ക്ക് അവിടെ ഒരു സ്റ്റാച്ചു വന്നേക്കണം. ആരെയാ? ഗാന്ധിജിയുടെ എന്ന് പറഞ്ഞ പോലെ നമുക്ക് അവിടെ ഒരു ഓർമ്മയുണ്ട്. അപ്പൊ അപ്പോസ്തലന്മാരുടെ ഓർമ്മ എവിടെയാണെന്ന് പറഞ്ഞ് 21-14 വായിക്കും. വെളിപ്പാട് 21-14. നഗരത്തിന്റെ മതിലിന്
12 അടിസ്ഥാനങ്ങൾ, നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനങ്ങൾ. ഈ മതിലിന്റെ 12 അടിസ്ഥാനങ്ങളുടെ ആരുടെ പേര് എഴുതിയേക്കണം? 12 അപ്പോസ്തലന്മാരുടെ. അവർ അവകാശമാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് ആ മതിലിന്റെ അടിസ്ഥാനം അവകാശമായി കിട്ടണമെന്ന് തന്നെ നടക്കുമോ? ഇല്ല, അവിടെ പോയി അത് അവകാശമാക്കി. ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും കൃപയാലും അവിടെ ഒരു മെമ്മോറിയൽ ഉണ്ടെങ്കിൽ ഉണ്ട്, അത്ര തന്നെ. ഇതായി നഷ്ടപ്പെടുത്തുന്നത്. മനസ്സിലായോ? നിസ്സാര കാര്യങ്ങൾക്ക് ഇതിനേക്കാളും വലുത് അപ്പുറത്തിരിക്കണമെന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന അവസ്ഥയുണ്ടല്ലോ. നഷ്ടപ്പെടുത്തുന്നത് എന്താണെന്ന് നമ്മൾ അന്നറിയും ഓരോരുത്തർ ഇട്ടിട്ട് പോയതും. നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകളുണ്ടല്ലോ. ഒന്നും ഇനിയെങ്കിലും നമ്മൾ ഈ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അന്ത്യത്തോളം നിന്ന് ഈ 3 കാര്യങ്ങൾ പ്രാപിച്ചെടുക്കാൻ മറന്നു പോകരുത്. ഏതൊക്കെയാണ്? അവകാശം, ഓഹരി, ജ്ഞാപകം. അവകാശം, ഓഹരി, ജ്ഞാപകം. അതൊരുക്കാനായിട്ടാണ് കർത്താവ് പോയിരിക്കുന്നത്. ഇനി ആ സ്ഥലം അത് പൂർത്തിയായി കഴിഞ്ഞാൽ കർത്താവ് വന്ന് കൊണ്ടുപോകും. അവിടെ ചെന്ന് നമ്മുടെ അവകാശത്തിലേക്ക് പ്രവേശിപ്പിക്കും. നമുക്കുള്ള വാസസ്ഥലം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ പറയും. അത് സഭയുടെ മാതൃത്വം. മീതെയുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. അതെ, ഈ മീതെയുള്ള യെരൂശലേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ടാൽ അവനെ കർത്താവ് ഈ ഭൂമിയിൽ ദൈവത്താൽ ആരംഭിച്ചൊരു സഭയിലാക്കും. പറഞ്ഞു ഇപ്പം ഒരാൾ രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അവരെ ദൈവം എവിടെ കൊണ്ടാക്കും? ഒരു നോട്ടീസ് അടിച്ച് ഒരു ഹാളും വാടകയ്ക്ക് എടുത്ത് സ്വതന്ത്രമായിട്ട് പാത്രം എടുത്ത് അതല്ല അവിടെയല്ലേ ആക്കണേ? ആരാ? ദൈവം കണ്ട് നട്ട് പരിപാലിച്ചിരിക്കുന്ന സഭയുണ്ട്, അവിടെ കൊണ്ടാക്കും. അങ്ങനെ ആ സഭയുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവൻ്റെ പ്രാണൻ ഈ അമ്മയുടെ ഗർഭത്തിൽ കൊണ്ടുപോയി വയ്ക്കും. അതായത് ഇത് ദൈവസഭയാണെങ്കിൽ ഒരാളെ കർത്താവ് രക്ഷിക്കപ്പെടുത്തി സഭയിലേക്ക് കൊണ്ടുവന്ന് ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പ്രാണൻ മീതെയുള്ള യെരൂശലേമിൻ്റെ ഗർഭത്തിൽ കൊണ്ടുപോയി വയ്ക്കും. എഫേസ്യ ലേഖനം 2-ാം അധ്യായം വായിക്കും. രണ്ടിൻ്റെ 4 മുതൽ വായിച്ചു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നവന്റെ പ്രത്യേകത കേൾക്ക്. ദൈവസഭയാണ് ഇതെങ്കിൽ, ദൈവസഭയിലേക്ക് ഒരുവനെ കൂട്ടിവരുത്തിയിട്ടുണ്ടെങ്കിൽ അവന്റെ പ്രാണനെ ഇപ്പോൾ തന്നെ എവിടെ വെച്ചിട്ടുണ്ട്? സ്വർഗം. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ എഴുതുന്നത് പിന്നെ എഴുതാം, റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. യേശു പറഞ്ഞു, ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആര് പറഞ്ഞു? വെളിപ്പാട് പുസ്തകത്തിൽ യേശു പറഞ്ഞതാ. അപ്പം നമ്മുടെ പ്രവൃത്തി എവിടെയാണ് നോക്കുന്ന കർത്താവ്? സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ. ഇവിടെ നമ്മൾ നന്മ ചെയ്താൽ അതിൻ്റെ വ്യത്യാസം അവിടെ വരും. ഇവിടെ നമുക്ക് വരുന്ന മാറ്റം എവിടെ വരും? സ്വർഗത്തിൽ. ഇല്ല, അവിടെ ഒരു വ്യക്തിത്വം വളർന്നുകൊണ്ടിരിക്കുക. എടുക്കണോ വെളിപ്പാട് പുസ്തകം? ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൽ സന്നിധി പൂർണ്ണതയായി കണ്ടില്ല. അപ്പം നമ്മുടെ ഭൂമിയിൽ ചെയ്യുന്ന പ്രവൃത്തി യേശു നോക്കിയത് എവിടെയാണ്?
വെളിപ്പാട് പുസ്തകം 3:2. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി കണ്ടില്ല. അപ്പോൾ അവിടെ സർദീസിലെ സഭ ചെയ്ത പ്രവൃത്തി യേശു നോക്കിയത് എവിടെയാണ്? കർത്താവിന്റെ സ്വന്തം. ഇവിടെ നിന്ന് ഒരാൾ ഇവിടെ നിങ്ങൾ ഇവിടെ ചെയ്ത് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹം ചെയ്യുന്നത്, ഞാൻ ഇവിടെ കണ്ണാടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എവിടെ കാണാം? കണ്ണാടി കാണാം. ഇതുപോലെ നമ്മൾ ചെയ്യുന്ന ചിന്താഗതികൾ വരെ എവിടെ വെളിപ്പെടും? സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ വെളിപ്പെടും. അത് യേശു നോക്കിക്കൊണ്ടിരിക്കുക. അന്നാ യേശു കുറ്റം പറയുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തി ഞാൻ നോക്കി. എവിടെയാണ് നോക്കിയേ? സ്വർഗത്തിലാണ് നോക്കിയേ, പൂർണ്ണതയുള്ളതായി കണ്ടില്ല. അപ്പം നമ്മളെ ഇപ്പോൾ തന്നെ എവിടെ വെച്ചിരിക്കുന്നു? അതുകൊണ്ട് ആണ് പറയുന്നത്, ഒരു വിശ്വാസി വിശ്വാസം ആരംഭിക്കുമ്പോൾ 3 നിശ്ചയം പ്രാപിച്ചിരിക്കണം. ഏതൊക്കെയാണ്? 1 ഉപദേശ നിശ്ചയം, 2 സഭാ നിശ്ചയം, 3 സഹോദര നിശ്ചയം. സഹോദര നിശ്ചയം. ഈ 3 നിശ്ചയം പ്രാപിക്കാതെ ഒരാളും സഭയിൽ പോകാൻ പാടില്ല. ഒരാൾ ഞാൻ വിശ്വസിക്കുന്ന ഉപദേശം സത്യമാണോ, ശരിയാണോ, ഞാനായിരിക്കുന്ന എൻ്റെ കൂട്ടു സഹോദരനാണോ, ഞാൻ ആയിരിക്കുന്ന സഭ ദൈവത്തിൻ്റെ സഭയാണോ, ഈ 3 നിശ്ചയം പ്രാപിക്കാത്തവൻ എല്ലാം ഇന്ന് കാണുന്ന ഈ കാര്യം മാത്രമേ ഉള്ളൂ. കുറേ കഴിയുമ്പോൾ എല്ലാം പോയി പോകും. ഏതൊക്കെ നിശ്ചയം എന്ന് പറഞ്ഞു? നല്ല രസം കേൾക്കാൻ, ഉറക്കം വരുന്നു. പറ, ഏതൊക്കെ? ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ 3 കാര്യങ്ങൾ. ഉപദേശ നിശ്ചയം, സഭാനിശ്ചയം, സഹോദര നിശ്ചയം. ശരി, ഇത്രയും മനസ്സിലായ, ക്ലിയറായി. ഈ ഉപദേശ നിശ്ചയം എന്തിനാണ്? ഉപദേശ നിശ്ചയം ഉപദേശരൂപത്തെ, ഉപദേശത്തിൽ കൂടിയാണ് യേശു ക്രിസ്തു ആരെന്ന്, ദൈവം ആരെന്ന് അറിയാൻ പറ്റും. ഉപദേശത്തിന് വേണ്ടിയിട്ടാണ്, ക്രിസ്തു ആരെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉപദേശ നിശ്ചയം. പിന്നെ ഈ സഭാ നിശ്ചയം എന്ന് പറഞ്ഞാൽ, ഇവിടെ നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗ്ഗം കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗ്ഗത്തിൽ അഴിഞ്ഞിരിക്കും. ഇവിടെ കുറച്ച് പേര് കൂടിയിട്ട് പൈസയൊക്കെ ഉണ്ട്, ഒരു സഭയുണ്ടാക്കി കേട്ടോ, എവിടെയെങ്കിലും കെട്ടുക, ആ കെട്ടുകളിൽ കെട്ടുമോ? കെട്ടും. ദൈവസഭയെ ദൈവം സ്ഥാപിക്കണം, ദൈവം സ്ഥാപിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അതാണ് നിശ്ചയം പ്രാപിക്കേണ്ടത്. നിശ്ചയം. ഇപ്പോൾ ഒരാൾ ഒരു തെറ്റിലും അകപ്പെട്ടു വന്നു, ആ മനുഷ്യനെ വിളിച്ചെത്തിയതിന് ശേഷം മാനസാന്തരപ്പെടുത്തി അവൻ വീണിരിക്കുന്ന പാപത്തിൻ്റെ കെട്ടഴിക്കാനുള്ള അധികാരം ദൈവസഭയ്ക്കുണ്ട്. അവൻ മാനസാന്തരപ്പെട്ട് നോക്കിയാണ്, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗ്ഗത്തിൽ അഴിഞ്ഞിരിക്കും. അതാ സഭാനിശ്ചയം. 3-ാമത്തേതാണ് പറ, സഹോദര നിശ്ചയം. സഹോദര നിശ്ചയം ഈ ലോകത്തിൽ കർത്താവായ യേശു ആരെ വിളിക്കുന്നുവോ അവരെല്ലാം ഒരാൾക്ക് തന്നെ അവകാശമില്ല എന്ന് പറഞ്ഞാൽ, അപ്പോസ്തലനായ പൗലോസിന് തന്നെ അവകാശമുണ്ടോ? ഇല്ല. മോശയ്ക്ക് തന്നെ അവകാശമുണ്ടോ? ഇല്ല, അവകാശമില്ല. അവകാശം ആരോട് കൂടിയേ ഉള്ളൂ? 26:18 വായിക്കും. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 26:18. അതായത് പ്രസംഗിക്കാൻ വിടുക. പ്രസംഗിക്കാനായിട്ട് അപ്പോസ്തലനായ പൗലോസിന് വിടുമ്പോൾ പറയുകയാണ്, അവർക്ക് പാപമോചനം പ്രസംഗിക്കണം, എന്നിലുള്ള വിശ്വാസത്താൽ കർത്താവിന് സ്തോത്രം, എന്നിലുള്ള വിശ്വാസത്താൽ വിശദീകരിക്കപ്പെട്ടവരുടെ ഇടയിലാണ് അവകാശം. ക്രിസ്തീയ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് അവകാശമില്ല. അങ്ങനെ ഒരു സംഭവം വേദപുസ്തകത്തിലില്ല. നിശ്ചയമായിട്ടും ഒരാളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവന് കൂട്ടവകാശമുണ്ട്. കാരണം നാളെ അവിടെ അവകാശം, അളവുനൂൽ എനിക്ക് എവിടെ വേണ്ടിയിരിക്കുന്നു? മനോഹര ദേശത്ത് വേണ്ടിയിരിക്കുന്നു. ഓഹരി മേൽ അളവ് നൂൽ പിടിക്കാൻ നിനക്കൊരു അവകാശം ഉണ്ടാവും. എനിക്കൊരു കൂട്ടവകാശമുണ്ട്. അത് എവിടെ തുടങ്ങിയതാണ്?
ഇസ്രായേൽ ജനം പോകുമ്പോൾ അവർക്ക് മുമ്പായി പോകാനായിട്ട് 3 പേരുണ്ട്. ആരൊക്കെയാണ് എന്ന് പറയാമോ? മോശ, അഹ്റോൻ, മിറിയാം. വചനമാണ്. ഇവർ 3 പേരാണ് ഇസ്രായേൽ ജനത്തെ വീണ്ടെടുക്കാനായിട്ട് ദൈവം ഉപയോഗിച്ച പാത്രങ്ങൾ. അവരിവിടെ ഇവിടെ വന്നപ്പോൾ ഒരാൾ പെണ്ണായി, ഒരാൾ ചേട്ടനായി, ഒരാൾ അനിയനായി. അവരിവിടെ വരുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്, മനുഷ്യനായിട്ടല്ല. എന്തു ആയിക്കട്ടെ, ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയില്ല. അവരെ ഈ ഇസ്രായേൽ ജനത്തെ വിടുവിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരായി ജനിപ്പിച്ചതാണ്. ജനിച്ചപ്പോൾ അവർ സഹോദരങ്ങളായിട്ട് ജനിച്ചു. ഇവരെ തമ്മിൽ ഒരുമിച്ച് കൂട്ടി അവരെ കൊണ്ടാണ് ഇസ്രായേൽ ജനത്തെ അവിടുന്ന് വിടുവിച്ചത്. ഇതുപോലെ ഞാനിന്ന് എനിക്ക് അവിടെ ഒരു മാതാപിതാക്കൾക്ക് ജനിച്ചു, ഇന്ന സ്ഥലത്ത് പോയി, നിങ്ങൾ വേറെ സ്ഥലത്ത് ജനിച്ചു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം തിന്മ തള്ളി നന്മ തീർക്കുന്ന സമയമായപ്പോഴേക്കും സഭയിലേക്ക് വന്നപ്പോഴേക്കും വിവിധ ഇടങ്ങളിൽ നിന്ന് കൂട്ടിവരുത്തിയതിന് ശേഷം ഐക്യമത്യപ്പെടുത്തി. അതാണ് കൂട്ടവകാശം. ഒരു കൂട്ടവകാശം വെച്ച് മാറാവുന്നതല്ല. ഇന്നിപ്പോൾ എൻ്റെ കൂട്ടവകാശിയാണ് ഈ കർത്താവിൻ്റെ ദാസനെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഒരിക്കലും പിന്നെ പിരിയാൻ പാടില്ല. കൂട്ടവകാശിയായിട്ട് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ ബന്ധം ഇവിടെയല്ല അവസാനിക്കുന്നത്, അത് സ്വർഗത്തിൽ അവകാശം പ്രാപിക്കുന്നവരെയാണ്. സ്വർഗത്തിൽ അവകാശത്തിന് ചെല്ലുമ്പോൾ കർത്താവേ എനിക്ക് ഭവനം ഇവിടെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഉണ്ട്, എൻ്റെ ഓഹരി അത് കർത്താവ് പാലിക്കാന്നല്ലേ പറഞ്ഞേ? ആ ഉണ്ട്, മേടിച്ചോ. കൂട്ടാവകാശം എവിടെ? നിന്റെ കൂട്ടാവകാശം എവിടെ? അവിടെയാണ് ഇന്ന് അനേകർക്ക് ഉത്തരവില്ലാതെ നിൽക്കുന്നത്. ഇന്നിവിടെ, നാളെ വേറെ സ്ഥലത്ത്. ഇത് ഇങ്ങനെ നടന്ന് അവസാനം എങ്ങും എത്താതെ പോയി. എന്നാൽ ഇത് വ്യവസ്ഥ പ്രകാരം അറിഞ്ഞും പഠിച്ചും ഇതിനു വേണ്ടി ജീവിക്കുന്നൊരു കൂട്ടമുണ്ട്. അവര് വിശ്വസ്തമായിട്ട് നിന്ന് അവിടെ ചെന്ന് ഈ കൂട്ടവകാശികളോടുകൂടി അവകാശം പ്രാപിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കുന്നതിന് ദിവസം ഓർത്തുകൊള്ളണം. അതിൻ്റെ വിശദീകരണമുണ്ട്, ഇപ്പോൾ പറയാൻ എൻ്റെ സമയമില്ല. ഇല്ല, മോശയ്ക്കെതിരെ പ്രവൃത്തി, അതാണ് മോശയ്ക്കെതിരെ പ്രവൃത്തി. പക്ഷെ അവസാനം കൂടിയല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്, ഇതിലുള്ള നിങ്ങളുടെ കൂട്ടാവകാശിയെ നിലനിർത്താനായിട്ട് ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് അവൻ്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുന്നത്. ഇപ്പോൾ ബ്രദറും ഞാനും തമ്മിൽ കൂട്ടാവകാശിയാണെന്നിരിക്കട്ടെ, ഞാനൊരു തെറ്റിൽ വീണുപോയിട്ട് രക്ഷയില്ല, അത്ര മരണത്തിന് തക്ക ഒരു വീഴ്ചയാണ് ആണെങ്കിൽ ഞാൻ ആ തെറ്റ് ബ്രദറിനോട് പറയണം. ബ്രദറിനോട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ബ്രദർ മുട്ടുമടക്കി, നമ്മൾ ഒരുമിച്ചിരുന്ന് മുട്ടുമടക്കി പ്രാർത്ഥിച്ച് കഴിയുമ്പോഴേക്കും കൂട്ടാവകാശി പറഞ്ഞാൽ കർത്താവ് കേൾക്കും. ആ വിഷയത്തിന്മേൽ വിടുതൽ തരും. വിടുതൽ തന്നു കഴിഞ്ഞാൽ താക്കോല് ബ്രദറിൻ്റെലായി. കാരണം ഞാൻ മരണത്തിനൊക്കെ പാപം ചെയ്ത രഹസ്യം ആരിലുണ്ട്? ബ്രദറിൻ്റെലുണ്ട്. അതുകൊണ്ടാണ് സദൃശവാക്യങ്ങൾ പുസ്തകത്തിൽ പറയുന്നത്, കൂട്ടുകാരനുമായിട്ട് വഴക്കുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുക. 25:8 അവരുടെ രഹസ്യം വെളിപ്പെടുത്തരുത്. ഇത് രഹസ്യമായിട്ടിരിക്കും. അവസാനം നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു വ്യത്യാസം വന്ന്, ഭിന്നത വന്ന്, വഴക്ക് വന്ന്, പ്രശ്നങ്ങൾ വന്ന്, അവസാനം പറഞ്ഞ് അവൻ അത്രയൊന്നും കളിക്കണ്ട, അത്രയും വേണ്ട, എനിക്കറിയാം കാര്യങ്ങൾ എന്നൊരു ഭീഷണി. ആ ഭീഷണി വേറൊരു നിലയിലേക്ക് വന്നു. അവസാനം അത് വെളിപ്പെടുത്തി. ആ സഭ വല്ലാത്തൊരു നിലയിലായി. ആ കൂട്ടായ്മ അനുഭവിക്കുന്ന വേദന അത്ര വലുതാണ്. എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ കൂടിയും കൂടി വരുമ്പോഴാണ് ഇതിൻ്റെ വിഷയം വരുന്നത്. നമുക്ക് പെട്ടെന്നൊരു ദേഷ്യം ഉണ്ടാകുമ്പോൾ വിളിച്ച് പറയും. ഒരിക്കലും പറയരുത്. എന്ത് വെളിപ്പെടുത്തരുത്? കൂട്ടുകാരൻ്റെ രഹസ്യം വെളിപ്പെടുത്തരുത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ കൊള്ളാം. ഏതായി ഒരുവൻ? ഒരു ആദ്യമായിട്ട് വന്ന വിശ്വാസി ഒന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും സഭയിൽ എഴുന്നേറ്റ് എന്ന് വെച്ചാൽ ഞാനൊരു പാപം ചെയ്തെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞാകെ സഭയെ കണക്കായി. അതാണ് പറഞ്ഞത്. ഒരുവന് വേണ്ടി ഒരുവൻ നിന്റെ കൂട്ടാവശ്യം പറ, അണ്ട് നിങ്ങളുടെ ഇടയിൽ കൈകോർത്തിരുന്ന് പ്രാർത്ഥിക്കും. ദൈവം വിടുതൽ വരും. അത് പരസ്യമാക്കി സഭയ്ക്ക് നാളെ പ്രശ്നം ഉണ്ടാക്കാനല്ല.
അതാണ് അത്ര വലുതാണ് കൂട്ടവകാശമായിട്ടുള്ള ബന്ധം. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും അതിൻ്റെ സമയമില്ല എന്നുള്ളത്. കാരണം 20-ാം അധ്യായം അപ്പസ്തോലരുടെ പുസ്തകം 20-ാം അധ്യായം ദശലോക ലേഖനം എല്ലാം കൂടെ വിശദീകരിച്ച് സംസാരിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഏതായിരുന്നാലും പാടില്ല. അതായത് അങ്ങനെ പറഞ്ഞാൽ മരണസമയത്തും ആ നിന്ന ഉണ്ടാവുന്ന നമ്മൾ അവസാനം ശ്വാസം വലിക്കുമല്ലോ, പ്രാണം വിടാൻ നേരത്ത് വിവിധ അനുഭവങ്ങളാണ്. ആ ശ്വാസം നമ്മുടെ പ്രാണം പുറത്തു പോകാൻ സമയത്ത് ഇങ്ങോട്ട് ഈ വേദന ഉണ്ടാവും. ഏത് വേദന? അയ്യോ അന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ സഹോദരൻ്റെ രഹസ്യം ഞാൻ വെളിപ്പെടുത്തിയതാണല്ലോ എന്ന് വേദന ഉണ്ടാവും. ഇതൊക്കെ വേദന കേട്ടോ, ഞാൻ ഇതിൽ പറയുന്നതല്ല. അങ്ങനെ പറയില്ലല്ലോ. പരിശുദ്ധാത്മാവ് ഒരാളെ അധിക്ഷേപിച്ച് പറയില്ലല്ലോ, അങ്ങനെ പറയില്ല. അതൊക്കെ ഉണ്ട് ഇതിനൊക്കെ തോന്നി. അതൊന്നും അല്ലാതെ അല്ലാതെ തന്നെ ഇതൊന്നും ഇവിടെ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും പരിജ്ഞാനത്തിൻ്റെ ആത്മാവാണ്. ഇവിടെ നിന്നുകൊണ്ട് ദൈവവചനം മാത്രം പറഞ്ഞാൽ മതി, കൊള്ളേണ്ടവനെ കൊണ്ടോളൂ. ചെയ്യേണ്ട മാറ്റം വരുത്തുന്നത് മാറ്റം വരുത്തിക്കോളൂ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ എത്ര സഭ നശിച്ചിരിക്കുന്നു. കാരണം ശുശ്രൂഷകനും ശുശ്രൂഷകനും എളുപ്പ. കാരണം വചനം പറയുന്നത് പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു, പുരോഹിതന്മാർ അതിനോട് ചേർന്ന് അധികാരം നടത്തുന്നു. എൻ്റെ ജനത്തിന് അത് ഇഷ്ടമാകുന്നു. അയ്യോ എന്ത് സന്തോഷമാണെന്നറിയാം. ഇവിടെ നിന്ന് 2 മണിക്കൂർ ഈ പ്രസംഗിക്കുന്നതിന് പകരം എൻ്റെ മുമ്പിൽ വീടിൻ്റെ മുമ്പിൽ തെക്ക് വശത്ത് 3 അടി താഴ്ചയിൽ കുഴിച്ചിട്ടുണ്ട്. അതെടുക്കണം, എടുത്തു കഴിഞ്ഞാൽ നിന്റെ മാനസിക പ്രശ്നങ്ങൾ മാറും. മന്ത്രവാദം ചെയ്തിട്ടുണ്ട്. ഈ കുഴിച്ചിട്ടത് എടുക്കാനും മന്ത്രവാദം ഇത് മാത്രമേ ഉള്ളൂ. എന്നെ സന്തോഷം ജനത്തിനെന്നറിയാം. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ഉപവാസം കഴിഞ്ഞ് എന്നെ അനുഭവം കാണണം, കുഴിച്ചിട്ടത് കാണണം. പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ജനത്തിന് അതിഷ്ടമാകും. പക്ഷെ കർത്താവ് ചോദിച്ചേക്കണം എന്താ? ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? ഉടനെ എഴുന്നേക്കുന്ന സമയം വരും. അന്നാലും നിങ്ങൾ എന്ത് ചെയ്യും? കർത്താവ് സ്തോത്രം. ഒരിക്കലും ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ അധിക്ഷേപിക്കത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തില്ല. അങ്ങനെ ചെയ്യില്ല. കാരണം പരിജ്ഞാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആത്മാവാണ് നമ്മുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ സ്തോത്രം. അനവധി കാര്യങ്ങൾ പിന്നെ ഇതിനെ തുടർന്ന് അങ്ങോട്ട് നമുക്ക് ചിന്തിപ്പാനുണ്ട്. ദൈവം അനുവദിക്കുന്നുണ്ട്. ഇനിയും നമുക്ക് ദൈവം അവസരം തരട്ടെ. കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഈ നമ്മുടെ സഭയിലല്ലാതെ വേറൊരു പുൾപിറ്റിൽ അത്യപൂർവമായിട്ട് പോയിട്ടുള്ളൂ. പൂനെയിലൊക്കെ ചെല്ലുമ്പോൾ IPCയുടെ അവിടെ വിളിക്കും. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെയൊക്കെയുള്ള അപൂർവ കാര്യങ്ങളിൽ മാത്രമേ ഇതുപോലെ. ഞാൻ അല്ലാതെ എൻ്റെ സഭ വിട്ട് ഞാൻ വേഗം പോകാറില്ല. ഇതിപ്പോൾ ഇദ്ദേഹം ഇത് പറഞ്ഞ് നേരത്തെ ഒരു വാക്ക് പറഞ്ഞപ്പോൾ പക്ഷേ ഇന്ന് വരാതെ എനിക്ക് വിഷമമായി പോയാൽ. ഇന്ന് ഞാൻ കയറിത്താമസത്തിന് പോയി എനിക്ക് ഇന്ന് ഇത് കിട്ടുമോ? ഇത്രയും സഹോദരന്മാർ, അത് വണ്ണസിൽ ഇത്രയും സഹോദരന്മാരെ കാണുക എന്ന് പറയുന്നത്, അവരുമായിട്ട് സഹകരിക്കുക എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മ ആചരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പോൾ എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹം നൽകണം. എനിക്കു നിൻ കൃപ മതിയേ എൻ പ്രിയനേ, എനിക്കു നിൻ കൃപ മതിയേ, എനിക്കു നിൻ കൃപ മതിയേ. ദുരിതം നിറയും അരുവിലെ വാസ, ദുരിതം നിറയും അരുവി വാസത്താൽ എനിക്കു നിൻ